ഹായ് കൂട്ടുകാരെ, 2025 മെയ് 20 അധ്യാപക പരിശീലനത്തിന്റെ 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് പരിശീലനത്തിന്റെ 2ാം ദിവസമാണ്. 9:30 എനിക്ക് പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോഴേക്കും ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തു. അടുപ്പത്ത് ദോശക്കല്ലിൽ ചായ ഉണ്ടാക്കി. തൊടിയിൽ പോയി കുറച്ച് നാരകത്തിന്റെ ഇല പറിച്ചു. പൊതിച്ചോറ് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2-3 നാരക ഇല പറിച്ചു. തുടർന്ന് എൻ്റെ കണ്ണമ്പഴത്തിന്റെ 2 ഇല പറിക്കാനായി കിണറ്റിൻകരയിലെത്തി. അപ്പോൾ വലിയൊരു ഇലയാണ് കിട്ടിയത്. അതിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തു. മാണിയൊക്കെ കുറച്ച് അതിൻ്റെ പോളകൾ കൊഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇലയൊക്കെ ഞാൻ വാട്ടിയെടുത്തു. ഇനി പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്താം. നാരകത്തിന്റെ ഇല ഞാൻ എൻ്റെ മിക്സിയുടെ വലിയ ജാറിലിട്ടു. 2 തവി കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതില് പുളി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പുളി ഏറാൻ പാടില്ല, എന്നാൽ അത്യാവശ്യം പുളി വേണം താനും. കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് കറുവപ്പലയും പാകത്തിന് ഉപ്പും, എത്രയാണോ ചോറെടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം വറുത്ത് വെച്ച ചോറ് ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരാൾക്ക് ആവശ്യമുള്ളത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഒട്ടും പാടില്ല. തൈരിന്റെ ആ ഒരു ഈർപ്പം മാത്രമേ, നനവ് മാത്രമേ പാടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് അടച്ച ശേഷം നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. അതിന് മുമ്പ് ഒന്ന് കുലുക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ തൈരും ഉപ്പും ഒക്കെ ഒന്ന് വരത്തക്ക വിധം ഇതൊന്ന് കറക്കിയെടുത്തു. ഒന്ന് കറക്കിയാൽ മതിയാകും, വല്ലാതെ കറക്കരുത്. നമുക്ക് ചോറ് ഉണ്ണേണ്ടതാണ്. ഇനി ഇത് നമുക്ക് വാട്ടിവെച്ച വാഴയിലയിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഉച്ചയ്ക്ക് ഇത് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയുടെയൊക്കെ ഒരു മണവും. ഞാനിതിന് കൂടെ കൊണ്ടുപോകുന്നത് ഉരുളൻകിഴങ്ങ് ഉപ്പേരിയാണ്. ഇതിലും വെള്ളം ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുത്തുള്ളത്. നല്ല രുചിയാണ് ഇതിന്. അടുപ്പത്ത് തന്നെയാണ് ഇതും ഉണ്ടാക്കിയത്. ഒരു സവാളയും കിഴങ്ങും ചെറുതാക്കി നുറുക്കി. സവാള ആദ്യം വാട്ടി, വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കിഴങ്ങിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. പൊതിച്ചോറ് സാദം എന്നും ഇത് അറിയപ്പെടുന്നു. തൈര് സാദം. നാരങ്ങയില ഇല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞാലും മതിയാവും. ഞാൻ കുറച്ചധികം ഉപ്പേരിയൊക്കെ എടുത്തു. കൂടെയുള്ളവർക്കൊക്കെ ഇത്തിരി കൊടുക്കാമല്ലോ. അങ്ങനെ പൊതിഞ്ഞെടുത്തു. പരിശീലന കേന്ദ്രത്തിൽ ഗ്രീൻ പ്രോട്ടോക്കോളാണ്. പ്ലാസ്റ്റിക് പാടില്ല. ചെറിയ ഇലയിലാണ് ഉരുളൻകിഴങ്ങ് ഉപ്പേരി പൊതിഞ്ഞത്. ചോറിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ചോറിലേക്ക് അതിൻ്റെ ഒരു രുചി ഇറങ്ങും. ഞാൻ ചുടുവെള്ളവും കൂടി എടുത്തു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. മുറ്റത്തൊക്കെ നിറച്ച് മഴവെള്ളം. ഇനി 2ാം ദിവസത്തിലേക്ക്, പരിശീലനത്തിന്റെ 2ാം ദിവസത്തിലേക്ക്. 4 പാടം പാടത്ത് വെള്ളം, വെള്ളത്തിലെന്താ കളിക്കണത്? തെളി വെള്ളത്തിലോടിക്കളിക്കണ വെള്ളിപ്പരലിന്റെ തേരോട്ടം. കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തി